അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കുകയായിരുന്നു. ഒന്നും അറിയില്ലേ ഈ പെണ്ണിന്? ഇവൾ ഇല്ലത്തെ കുട്ടിയാണല്ലോ. എല്ലാം അറിയാം. എന്നിട്ടും ധിക്കാരമോ അതോ വിശ്വാസമോ? അയാൾ പറഞ്ഞു, അവയ്ക്ക് പ്രസാദം കൊടുക്കൂ. പ്രസാദം? അവൾ പരുങ്ങി. പൂജ കഴിയണം പ്രസാദത്തിന്. അതിന് പൂജ എവിടെ? അവൾ വീണ്ടും അവയെ പതുക്കെ തലോടി. ചുറ്റിപ്പിടിച്ച കൈകൾ അവ മെല്ലെ വിടർത്തി. പിന്നെ അവളെ നോക്കി നിന്നു. അവൾ കൈവീശി. അവയും. ഇല്ലപ്പറമ്പ് കയറുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ആലിൻ ചുവടും കുരങ്ങന്മാരും മതിൽക്കെട്ട് മറഞ്ഞു കിടന്നു. ഒഴുകി വരുന്ന മണിയൊച്ചയുടെ തരംഗങ്ങൾ, കൂടെ വികൃതമായ ദുർബലമായ ശബ്ദം. അവൾക്കാ പൂജാമന്ത്രത്തോടു പോലും വെറുപ്പ് തോന്നി. ശിവൻ പ്രതികാരം ചെയ്യുകയായിരുന്നോ? അമ്പലക്കുളം ഇടിഞ്ഞ പടവുകൾ തോറും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ തോൽവി പോലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ജലപ്പരപ്പിൽ പടർന്നു കിടക്കുന്ന വലിയ താമരയിലകൾ, അവയ്ക്കിടയിൽ ചുവന്ന താമരകൾ, ചുവന്ന താമര വിടരുന്ന ഒരേ കുളം. ഇല്ലത്തെ പെൺകുട്ടിയുടെ അച്ഛൻ നായരായിരുന്നെങ്കിലും അവൾക്കും അടുക്കള ചുവരുകൾ പരമ്പരാഗതമായി നിർമ്മിച്ച അതിർത്തികൾ ഉണ്ടായിരുന്നു. ദിനുവിന് കിട്ടിയ മാർക്കു തന്നെ കിട്ടിയിട്ടും മുത്തച്ഛൻ പറഞ്ഞു, ഇനി മോളുണ്ണി പഠിക്കണ്ടാട്ടോ. ഉഷ നഷ്ടപ്പെട്ട ദുഃഖം ഉണർത്താത്ത അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കോളേജ് അകലെയാണ്. ദിവസവും വരാനാവില്ല. ഇന്നും തോന്നുന്നു ഞാനും നഷ്ടപ്പെട്ടു പോവുമെന്ന് അമ്മ വിശ്വസിച്ചിരിക്കണം. ദിനു കോളേജിലേക്കിറങ്ങിയ ദിവസം കണ്ണുകൾ നിറഞ്ഞു. സഹിക്കാനാവാഞ്ഞപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ പശ്ചാത്തപിച്ചിരിക്കണം. അതുവരെ ഒന്നെടുക്കാതിരുന്ന അച്ഛൻ ചേർത്ത് നിർത്തി, തലോടി. വിധിയാണ് ഗിരി, വിധിയാണ് ഗിരി, വിധി. കരഞ്ഞോളൂ. എല്ലാം അവിടെ തണുത്തു. മനസ്സിലായിരിക്കണം വിധിയെക്കുറിച്ച്. അല്ലെങ്കിൽ തന്ത്രിയുടെ ഓമന മകൾ ഒരു നേരം കഞ്ഞി കുടിച്ച് ജീവിക്കേണ്ടിയിരുന്നോ? വീണ്ടും ഓർമ്മകൾ ശിവനിലേക്ക് ചെല്ലുന്നു. ഒരു ദിവസം ഒറ്റപ്പെട്ടൊരു സന്ധ്യയിൽ അമ്മയോട് പറഞ്ഞു, ഞാൻ കളിക്കാൻ പോവാ. അയ്യോ മോളുണ്ണി, ഇനി ഇല്ലത്തൂന്നേ കളിക്കാവൂ. അതെന്താ അമ്മേ? നീ വലുതായില്ലേ മോളുണ്ണി.